ആർക്കെതിരെയും വ്യക്തിപരമായ അധിക്ഷേപങ്ങൾ, വലിയ അശ്ലീല സന്ദേശങ്ങളൊക്കെ സോഷ്യൽ മീഡിയ വഴി. നമസ്കാരം. ഈ കാണുന്നത് സർക്കസിന് ടിക്കറ്റ് എടുക്കാൻ ഓടിക്കൂടിയവരല്ല, ബിവറേജസിൻ്റെ മുമ്പിലെ തിരക്കുമല്ല, ഒരു പുസ്തകം വാങ്ങാൻ തിക്കിത്തിരക്കുന്ന ആൾക്കൂട്ടമാണ്. ആ പുസ്തകത്തിൻ്റെ പേര് നേതൃത്വത്തെ അണികൾ തിരുത്തണം എന്നാണ്. CPMൻ്റെ നേതൃത്വത്തിന് വെട്ടും തിരുത്തും ആവശ്യമാണെന്ന് പയ്യന്നൂരിലെ യഥാർത്ഥ സഖാക്കൾ തിരിച്ചറിഞ്ഞതിൻ്റെ ഫലമാണ് ഇന്നലെ കുഞ്ഞികൃഷ്ണൻ എന്ന വർഗവഞ്ചകന്റെ പുസ്തക പ്രകാശന ചടങ്ങിലെ വൻ ജനത്തിരക്ക്. വലിയ ആൾക്കൂട്ടമാണ് ഗാന്ധി പാർക്കിലുള്ളത്. വലിയ ആൾക്കൂട്ടം എന്ന് മാത്രമല്ല, ഇപ്പോൾ പാർട്ടി സെക്രട്ടറി ഗോവിന്ദന്റെ വടക്കൻ മേഖലാ വികസന ജാഥയെ പൊതിഞ്ഞുകെട്ടി കൊണ്ടുപോകേണ്ട ഗതികേടിലായിരുന്നു പാർട്ടി. ഒഴിഞ്ഞ കസേരകൾ നോക്കിയാണ് അവിടെ ഗോവിന്ദൻ ജനത്തെ വെല്ലുവിളിച്ചത്. തിരിച്ച് കസേരകൾ ഗോവിന്ദനെ നോക്കിയും കോക്കറി പിടിച്ചു. ഞങ്ങൾക്ക് കണക്ക് കാണിക്കാൻ സൗകര്യമില്ലെന്നായിരുന്നു ഭീഷണി. സകലതും ഇളകി നിൽക്കുന്ന കാലത്ത് ഇളകാത്തതായി ഒന്നേ ഉള്ളൂ ഗോവിന്ദൻ മാസ്റ്ററെ, അത് ഗുണന പട്ടികയാകുന്നു. കള്ളക്കണക്കുണ്ടാക്കാം, പക്ഷേ കണക്കിനെ തോൽപ്പിക്കാനാകില്ല മക്കളെ. ഇക്കണ്ടതൊന്നും കണക്കല്ല മന്നവായെന്ന് എഴുത്തച്ഛൻ പാടിയിട്ടുണ്ട്. കണക്കിനേക്കാൾ വലിയ കണക്ക് മനക്കണക്കാണെന്ന് അറിഞ്ഞുകൊണ്ടാണത്. കണക്കിനേക്കാൾ വലിയ കണക്ക് കള്ളക്കണക്കാണെന്നാണ് പാർട്ടി വിശ്വസിക്കുന്നത്. എന്നാൽ അത് തെറ്റാണെന്നും നേതൃത്വം എന്ന മാനേജീരിയൽ വർഗമുണ്ടാക്കുന്ന കണക്കല്ല യഥാർത്ഥ കണക്കെന്നും പയ്യന്നൂരിലെ നട്ടെല്ല് പണയപ്പെടുത്താത്ത സഖാക്കൾ നമ്മെ ബോധ്യപ്പെടുത്തുന്നു. സ്റ്റാലിനിസ്റ്റ് സംഘടനാ സംവിധാനം വെച്ച് നാട്ടുകാരെ പേടിപ്പിക്കാമെന്നും വരുതിയിലാക്കാമെന്നും കരുതുന്ന ഈ നേതൃത്വത്തോളം വലിയ വിഡ്ഢികൾ ലോകത്തുണ്ടോ? ഈ കാലത്തിനിടയിൽ എത്രയോ പുസ്തക പ്രകാശന ചടങ്ങുകൾ നമ്മൾ കണ്ടു. അതൊക്കെ കള്ള കമ്മ്യൂണിസ്റ്റുകൾ അടിക്കുന്ന ഗീർവാണങ്ങളും ചപ്ലാച്ചുകളും മാത്രമായിരുന്നു. അതിലൊന്നും മനുഷ്യത്വത്തിൻ്റെയും മനുഷ്യപ്പറ്റിൻ്റെയും കഥകൾ ഉണ്ടായിരുന്നില്ല, കണക്കുമുണ്ടായിരുന്നില്ല. KK ശൈലജയുടെ പുസ്തകത്തിൻ്റെ പേര് സഖാബ് എന്ന നിലയിൽ എൻ്റെ ജീവിതമെന്നായിരുന്നു. റഹീമിനും ചിന്തയ്ക്കും PK ശ്രീമതിക്കുമൊക്കെ വായിച്ചു മനസ്സിലാക്കാനായി മൈ ലൈഫ് ആസ് എ കോമ്രേഡ് എന്ന പേരിൽ ഇംഗ്ലീഷിലും ഇറക്കി. EP ജയരാജൻ്റെ പുസ്തകമായിരുന്നു പുസ്തകം. പരിപ്പുവട കട്ടൻ ചായ എന്ന പേര് മാറ്റി ഇതാണെൻ്റെ ജീവിതമെന്നാക്കി. ജനം ആ പുസ്തകം വാങ്ങാൻ എന്തൊരു തള്ളിക്കയറ്റമായിരുന്നു. 2 കോപ്പി വീതം ചുമ്മാതെ കൊടുക്കാമെന്ന് പറഞ്ഞിട്ടും P ജയരാജനും MV ജയരാജനും തിരിഞ്ഞുപോലും നോക്കിയില്ല. അത്രയ്ക്ക് മഹത്വപൂർണ്ണമായിരുന്നല്ലോ സഖാവിൻ്റെ ജീവിതം. P ജയരാജൻ്റെ പുസ്തകത്തിൻ്റെ പേര് മുസ്ലിം രാഷ്ട്രീയം, രാഷ്ട്രീയ ഇസ്ലാം എന്നായിരുന്നു. ഇസ്ലാമികളെല്ലാം കൂടി പുസ്തകം വായിക്കാൻ പിടിച്ചുപറിയായിരുന്നു. അങ്ങനെ എത്രയെത്ര സഖാക്കളാണെന്നോ പുസ്തകം എഴുതിയിട്ടുള്ളത്. ഡോക്ടർ ചിന്താ ജെറോം എഴുതിയ ചങ്കിലെ ചൈന എന്ന പുസ്തകം ലോകമാകെ കോടിക്കണക്കിന് പതിപ്പുകളാണ് വിറ്റഴിഞ്ഞത്. രാഷ്ട്രീയത്തെ ഉപയോഗിച്ച് ജീവിത സുരക്ഷയും കുടുംബക്ഷേമവും ഉറപ്പിച്ച കാപട്യക്കാരായ കമ്മ്യൂണിസ്റ്റുകളുടെ സൈദ്ധാന്തിക ഗീർവാണങ്ങളല്ല യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാർ അറിയാൻ ആഗ്രഹിക്കുന്നത്. ദാസ് ക്യാപിറ്റലിൻ്റെ മഹത്വമല്ല രക്തസാക്ഷിയെ വിറ്റുതിന്ന സഖാക്കൾ എത്ര കട്ടു എന്നാണ് ജനത്തിനറിയേണ്ടത്. പാർട്ടി പറയാത്ത കാര്യം ഓഡിറ്റർ പുറത്തു പറഞ്ഞു. അത് പുസ്തകമായി അടിച്ചിറക്കിയതോടെ ഇനി നിങ്ങളുടെ കള്ളക്കണക്ക് ഞങ്ങൾക്ക് വേണ്ടെന്നായി ജനം. പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം ലൈഫ് ടൈം അച്ചീവ്മെൻറ്റ് ജീവിതമാണ് ഈ പാർട്ടി നൽകിയിട്ടുള്ളത്. താഴോട്ടുള്ള എല്ലാത്തിനും നിലം തൊടാതെ ജീവിക്കാനുള്ള മാർഗങ്ങളുമായി. ഇനി അവർക്ക് ചെങ്കൊടിയുടെ തണലും മുദ്രാവാക്യത്തിൻ്റെ ചൂടും ആവശ്യമില്ല. പാർട്ടി വർഗവഞ്ചകനെന്നും കോടാലി കൈയെന്നും വിളിച്ച് ചവറ്റുകുട്ടയിൽ തള്ളിയ ഒരു പാർട്ടിക്കാരൻ്റെ പുസ്തക പ്രകാശനത്തിന് ഇത്രയും ജനം തിങ്ങിക്കൂടണമെങ്കിൽ അതിൻ്റെ അർത്ഥം ജനത്തിന് പാർട്ടിയേക്കാൾ വിശ്വാസം ചിലപ്പോൾ വർഗവഞ്ചകരെയാണ് എന്ന് തന്നെയാണ്. ഈ ആൾക്കൂട്ടത്തിന് ഇനി പാർട്ടി എന്തു മറുപടി പറയും? ഉത്തമനായ കമ്മ്യൂണിസ്റ്റല്ല എന്ന് KK രാഗേഷ് മുദ്രയടിച്ച കുഞ്ഞുകൃഷ്ണനെ ജനമങ്ങ് ഏറ്റെടുത്തു. പുസ്തക പ്രകാശന പരിപാടിയിൽ പങ്കെടുത്ത ജനങ്ങളെ വീഡിയോ ദൃശ്യം നോക്കി പുറത്താക്കുന്ന പരിപാടി ഉടൻ തുടങ്ങും. എല്ലാവരെയും പുറത്താക്കി കഴിഞ്ഞാൽ പിന്നെ പാർട്ടിയിൽ ആരുണ്ട് എന്ന ചോദ്യം പ്രസക്തമല്ല. പുസ്തക പ്രകാശനം കഴിഞ്ഞ് വീട്ടിൽ ചെല്ലുമ്പോഴറിയാം എത്ര പേരുടെ ബൈക്കും വീടും കത്തി നശിച്ചിട്ടുണ്ടെന്ന്. കുഞ്ഞുകൃഷ്ണനെ പാർട്ടി പുറത്താക്കിയ ദിവസം അയാളുടെ വീടിൻ്റെ മുമ്പിലേക്ക് പ്രകടനം നയിച്ച ആണും പെണ്ണും അടങ്ങിയ സംഘത്തെ നമ്മൾ കണ്ടു. അവരയാളുടെ വീടിന് മുമ്പിൽ പടക്കം പൊട്ടിച്ചു. ഇത്തരം സഖാക്കളുടെ കാലിൽ സൂക്ഷിച്ചു നോക്കിയാൽ കാണാം ഒരു ചങ്ങല. ഇതാണ് എൻ്റെ ജീവിതമെന്ന് പറഞ്ഞ് പുസ്തകം എഴുതിയ EP ജയരാജനോട് നല്ലവരായ സഖാക്കൾ പറയാതെ പറയുന്ന ഒരു ചോദ്യമുണ്ട്. ഇയാളുടെ ജീവിതം ആർക്കു വേണം? ഞങ്ങൾക്കറിയേണ്ടത് രക്തസാക്ഷിയെ നിങ്ങൾ എത്ര വിലയ്ക്ക് തൂക്കിവിറ്റു എന്നാണ്. ആരും അറിയാതെ വീട്ടുകാരൊരു പുസ്തകം സംഘടിപ്പിച്ച് വായിച്ചെന്നിരിക്കും. അത് അപകടമാണെന്നറിയാവുന്ന പാർട്ടി നാളെ ആരൊക്കെ ഈ പുസ്തകം വായിച്ചുവെന്ന് അന്വേഷണം തുടങ്ങുകയായി. അവരുടെ ബൈക്കുകൾ ഊഴമനുസരിച്ച് കത്തിക്കുന്നതായിരിക്കും. ഈ പാർട്ടിക്ക് എന്താണ് കൂട്ടരെ സംഭവിക്കുന്നത്? കൊടുങ്ങല്ലൂരിലെ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റുകാരനായിരുന്ന ജോൺ വൈദ്യർ പറഞ്ഞതിനെപ്പറ്റി ഒരിക്കൽ MN വിജയൻ മാഷ് എഴുതിയിട്ടുണ്ട്.
കേരളത്തിൽ 1940-41 കാലഘട്ടത്തിൽ ചെങ്കൊടി കണ്ടാൽ ആളുകൾ പേടിച്ച് അടുക്കുമായിരുന്നില്ല. ഒരു പൊതുയോഗത്തിന് ആകെ 5-6 പേരെ ഉണ്ടാകൂ. എത്തിച്ചേരുന്ന ആളുകൾ ഭയന്ന് ദൂരെ മാറി നിൽക്കും. അങ്ങനെ ഒരു ഒളിപ്പോരായി, സ്റ്റിഗ്മയായാണ് കമ്മ്യൂണിസ്റ്റ് പ്രവർത്തനം ആരംഭിച്ചത്. കമ്മ്യൂണിസ്റ്റ് എന്നതിന് വേറൊരു അർത്ഥമുണ്ടായിരുന്നു. പല ടെസ്റ്റുകളിലൂടെ ഒരാൾക്ക് കമ്മ്യൂണിസ്റ്റുകാരൻ ആകാൻ സാധിക്കൂ. അന്നൊക്കെ നടന്നു ചെന്നാണ് സംഘടന ഉണ്ടാക്കിയത്. നടക്കുന്ന വേളയിൽ നേതാക്കൾ ജനങ്ങളുമായി ബന്ധപ്പെടുന്നു. വാഹനത്തിൽ കയറുക എന്നാൽ ജനങ്ങളിൽ നിന്നും അകലുക എന്നാണ്. ആദ്യകാല കമ്മ്യൂണിസ്റ്റുകാരനായ ജോൺ വൈദ്യരുടെ വീക്ഷണം എത്ര കൃത്യമായിരുന്നു. ഇവിടെ കാറിൽ മാത്രം പോകുന്ന സെക്രട്ടറി, താഴത്തുകൂടി 56 വാഹനങ്ങളുടെ അകമ്പടിയോടെയും മുകളിൽ കൂടി ഹെലികോപ്റ്ററിലും പോകുന്ന കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി. ഇവർ മണ്ണ് കണ്ടിട്ടുണ്ടോ, മനുഷ്യരെ കാണുന്നുണ്ടോ? പ്രസ്ഥാനം തെരഞ്ഞെടുപ്പിൽ ചീമ്പി വലിക്കുമ്പോൾ ഈ നേതാക്കൾ കീഴ്ഘടകത്തോട് ആഹ്വാനം ചെയ്യും. പ്രവർത്തകരെല്ലാം വീട് കയറണം, ജനങ്ങളുമായുള്ള ബന്ധം ഊട്ടി ഉറപ്പിക്കണം, ക്ഷമയോടെ കേൾക്കണം. ഇതാണ് സാർ സീസണൽ കമ്മ്യൂണിസം. വോട്ടുകാലമാകുമ്പോൾ പാവങ്ങളെയും അല്ലാത്തപ്പോഴെല്ലാം പൗരപ്രമുഖരെയും സ്വകാര്യതകളിൽ മുതലാളിത്തത്തെയും എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് ഈ പാർട്ടിക്കറിയാം. നേതൃത്വത്തെ അണികൾ തിരുത്തണമെന്നൊക്കെ പറയുന്ന ഒരു തലക്കെട്ട് തന്നെ നേതാക്കൾക്ക് സഹിക്കാൻ പറ്റുന്നതല്ല. അടിമകളായ അണികളൊക്കെ നാളെ നേതൃത്വത്തെ തിരുത്താനും കണക്ക് ചോദിക്കാനും വന്നാൽ എന്തായിരിക്കും സ്ഥിതി? ജോൺ വൈദ്യരുടെ കാലത്ത് ഒളിപ്പോരായി തുടങ്ങിയ കമ്മ്യൂണിസ്റ്റ് പ്രവർത്തനം പിണറായി വിജയൻ്റെ കാലമെത്തിയപ്പോൾ ഒളിപ്പോരിൽ നിന്നും ലേലം വിളിയിലേക്ക് മാറി. പയ്യന്നൂരിലെ ഗാന്ധി സ്ക്വയറിൽ തടിച്ചുകൂടിയവരൊന്നും പാർട്ടി ഭീഷണിപ്പെടുത്തി നിർബന്ധിച്ച് കൊണ്ടുവന്നിരുത്തിയവരല്ല. സഖാക്കൾ വെട്ടിച്ചതിൻ്റെ കണക്കറിയാൻ ഓടിക്കൂടിയവരാണ്. എന്നിട്ടാണ് ഈ ഗോവിന്ദനും രാകേഷും ഒക്കെ പിന്നെയും വെല്ലുവിളിക്കുന്നത് കണക്കു പറയാൻ സൗകര്യമില്ലെന്ന്. നാളെ ഇതേ സ്ഥലത്തൊരു പ്രതിഷേധ യോഗവും പാർട്ടി സംഘടിപ്പിക്കും. എന്നിട്ട് പറയും, വർഗവഞ്ചകൻ പറയും പോലെ നേതൃത്വത്തെ തിരുത്തേണ്ടവരല്ല അണികൾ, അടിമകളെപ്പോലെ അനുസരിക്കേണ്ടവരാണ് അണികൾ. അതാണ് നമ്മുടെ പ്രസ്ഥാനത്തിൻ്റെ കരുത്ത്. പരിപാടി ഗംഭീരമാക്കാൻ സഖാക്കൾ എന്തും ചെയ്യും. മുൻപ് പിരപ്പൻകോട് മുരളി ആത്മകഥ എഴുതിയപ്പോൾ ഗോവിന്ദൻ പറഞ്ഞു, പാർട്ടിയെപ്പറ്റി വേണ്ടാതീനം എഴുതി വിറ്റ് കാശുണ്ടാക്കുന്നു എന്ന്. കുഞ്ഞികൃഷ്ണനെപ്പറ്റിയും ഇതുതന്നെ പറയും. രക്തസാക്ഷിയെ വിറ്റതിലല്ല, പക്ഷേ ആ സത്യം പുറം ലോകത്തെ അറിയിക്കാൻ പുസ്തകം അച്ചടിച്ചതിലാണ് പാർട്ടി വലിയ കുറ്റം കാണുന്നത്. പാർട്ടിയെക്കൊണ്ട് പല വിധത്തിലുള്ള ഉപദ്രവങ്ങൾ സഹിക്കാതെ ഭയന്ന് അണികളായ പാവങ്ങളാണ് അധികവും. പിള്ളേർക്ക് എവിടെയെങ്കിലും ഒരു താൽക്കാലിക ജോലിയെങ്കിലും കിട്ടണമെന്ന് അവരാഗ്രഹിക്കുന്നു. പെൻഷനും തൊഴിലുറപ്പും പോകരുതേ എന്ന് അവരാഗ്രഹിക്കുന്നു. കുടുംബശ്രീയിൽ എടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കേസുകൾ ഊരിയെടുക്കാൻ പറ്റുമോ എന്ന് ചിന്തിക്കുന്നു. മക്കളുടെ സ്ഥലം മാറ്റ ഭീഷണി ഉണ്ടാകരുതേ എന്ന് ആഗ്രഹിക്കുന്നു. ഇങ്ങനെ എന്തെല്ലാം കുന്ത്രാണ്ടങ്ങളിൽ പെട്ടുപോയവരാണ് അധികവും. 50 കൊല്ലമല്ല ഇന്നലെ വന്നവനായാലും നേതൃത്വത്തെ ചോദ്യം ചെയ്യാൻ ഫലമറിയാമല്ലോ. ഇല്ലെങ്കിൽ ഞങ്ങളത് പഠിപ്പിക്കും. ഇങ്ങനെ പറഞ്ഞ കുമാരപിള്ള സാറാണ് പാർട്ടിയുടെ ബ്രാഞ്ച് മുതൽ സംസ്ഥാന കമ്മിറ്റി വരെ ഇരിക്കുന്ന ഓരോ നേതാവും. CPM-നെ പറ്റി ആരെങ്കിലും പാരടി ഉണ്ടാക്കിയാൽ ലോകം മുഴുവൻ ഏറ്റുപാടും ആനന്ദിക്കും. CPM-നെ കുറിച്ച് ആരെങ്കിലും പുസ്തകം എഴുതിയാൽ ജനം ഇടിച്ചു കയറും. അത്രയ്ക്കുണ്ട് ഈ പാർട്ടിയോട് ജനത്തിനുള്ള മടുപ്പും വെറുപ്പും. പയ്യന്നൂരിലെ പരിപാടിക്ക് വന്നതെല്ലാം കോൺഗ്രസ്സുകാരും വർഗവഞ്ചകരുമാണെന്ന് പറയാൻ ഇന്ന് രാവിലെ തന്നെ കുളിച്ചൊരുങ്ങി ഗോവിന്ദൻ ഒരു വരവുണ്ട്. കുഞ്ഞുകൃഷ്ണൻ്റെ പിന്നാലെ അണികൾ കൂടുതലായി ഒഴുകുന്നു എന്ന് കണ്ടാൽ ധർമ്മദൈവം പിണറായി വിജയൻ പയ്യന്നൂരിൽ അവതാരമെടുക്കും. എന്നിട്ടൊരു പ്രസംഗം അങ്ങ് നടത്തും. കുലംകുത്തി എന്നും കുലംകുത്തി തന്നെ. അതോടെ ഒഴുക്ക് നിലയ്ക്കും. മണ്ടന്മാരാണ് പുസ്തകം വാങ്ങിയതെന്നാണ് അന്തങ്ങൾ പറയുന്നത്. പാർട്ടി ആട്ടിൻകാട്ടം കൊടുത്താലും ഹായ് നല്ല മുന്തിരിക്കൊത്ത് എന്ന് പറയുന്ന ഇത്തരം അടിമകളാണ് പാർട്ടിയുടെ സ്വത്ത്. അകത്ത് കിടക്കുന്ന കോപ്പർ പത്മൻ ഇറങ്ങി പുസ്തകം വല്ലതും എഴുതുമോ എന്തോ, എൻ്റെ ദേവതുല്യന് സമർപ്പയാമി എന്ന പേരിൽ. എന്തായാലും ഗുണനപ്പട്ടികയിൽ വിശ്വാസമില്ലാത്തതും കണക്കിൽ തോറ്റതുമായ കമ്മ്യൂണിസം ഇന്ന് വിഡ്ഢികളുടെ സ്വർഗത്തിലാണ്. പഞ്ചാംഗം കീറിയാൽ ഉദയാസ്തമയം ഇല്ലാതാകുമെന്ന് ധരിക്കുന്നവരാണ് ഈ വിപ്ലവകാരികൾ. പാർട്ടിയോട് കണക്ക് ചോദിക്കാൻ ഒരു കുഞ്ഞികൃഷ്ണനല്ല, ജനങ്ങൾ ഒന്നടങ്കം നാളെ തെരുവിലിറങ്ങും. ഗോവിന്ദൻ കുറേ ഓടേണ്ടി വരും.